UK കിട്ടുന്നത് നല്ല പച്ച കളറുള്ള പാവയ്ക്കയാണ്. നാട്ടിലാണെങ്കിൽ നമുക്ക് പച്ച കളറുള്ള പാവയ്ക്കായും ഉണ്ട്, പിന്നെ വെളുത്ത തൊലിയുള്ള പാവയ്ക്കായും ഉണ്ട്. വെളുത്ത തൊലിയുള്ള പാവയ്ക്കായ്ക്ക് അത്ര കയ്പില്ല, പച്ച കരിന്തൊലിയുള്ള പാവയ്ക്കായ്ക്ക് ഭയങ്കര കയ്പാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഭയങ്കര ടേസ്റ്റി ആയിട്ട് കറി വെക്കാം എന്നാണുള്ള വീഡിയോ. അപ്പോൾ ഇതിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിടുക, എന്നിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കുറച്ച് നേരം ഇതിങ്ങനെ വയ്ക്കുക. അപ്പോൾ ഈ പാത്രം അടച്ച് അതിൻ്റെ മേലൊരു വെയിറ്റ് വെക്കുകയാണെങ്കിൽ ഇതിനകത്ത് വെള്ളം പെട്ടെന്ന് വെളിയിലോട്ടിറങ്ങും. എന്നിട്ട് നമുക്ക് കറി വയ്ക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് പാവയ്ക്ക കറി കൂട്ടാം. അപ്പോൾ ഞാനിങ്ങനെ അത് പാത്രത്തിൽ വെച്ച് അടച്ച് വെച്ച് ഉപ്പിട്ടിട്ട് വെയിറ്റ് വെച്ചു. ഇനി ഒരു 1/2 hour കഴിയുമ്പോൾ എടുത്ത് നമുക്കിത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. പാൻ അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേനും ഞാൻ പാവയ്ക്ക ഇട്ട് കൊടുക്കണം. നമുക്ക് വറുത്തെടുക്കണം. പാവയ്ക്ക് ഞാൻ ഇതിനകത്ത് ചെറുതായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോഴത്തേനും വെളിച്ചെണ്ണ ഒഴിച്ച് സവാള വഴറ്റിയെടുക്കുക. നമുക്ക് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള പച്ചമാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മസാലപ്പൊടികൾ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. മസാല എല്ലാം ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേന് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. മസാല എല്ലാം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി പച്ചമാങ്ങ ഇട്ട് കൊടുക്കാം. ഈ പച്ചമാങ്ങയുടെ പുളിയും പാവയ്ക്കയുടെ കയ്പും കൂടെ ചേർന്ന് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇത് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ലൊരു വെജിറ്റബിൾ കറിയാണ്. നമുക്കറിയാം, പാവയ്ക്ക എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് ഉള്ളവർക്ക് നല്ലൊരു വെജിറ്റബിളാണ്. പക്ഷേ അതിൻ്റെ കയ്പ്പാണ് ചിലപ്പം നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. തോരനൊക്കെ വെച്ചാൽ നമ്മൾ ഭയങ്കര കയ്പ്പാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കഴിക്കാം. ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. വളരെ നല്ലൊരു ടേസ്റ്റാണ്. ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റും കൂടെ വേവിക്കുക, ലോ ഫ്ലെയിമിൽ. അപ്പം കറക്റ്റാവും. അങ്ങനെ വേവിച്ച് കഴിയുമ്പോഴത്തേനും അത് കറക്റ്റ് വേവാവും. ഓൾറെഡി വെന്തതാണ്. ഈ മസാലയൊക്കെ എല്ലാം പിടിച്ച് കഴിയുമ്പോഴത്തേനും വളരെ ടേസ്റ്റിയാവും. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്.